ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പിന്നെ ഒരു സാധനം വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് മക്കളും നേരെ വീട്ടിലോട്ട് പോകാട്ടോ. അപ്പോൾ അതേ ഇന്നൊരു മോരുകറി ഉണ്ടാക്കിയിട്ടൊക്കെ ഫുഡൊക്കെ കൊണ്ട് ഉമ്മച്ചിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല കേട്ടോ. അതെന്താ സംഭവം എന്നൊക്കെ വഴിയേ കാണാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നാളികേരം അരച്ച് വെച്ചു കേട്ടോ. നമ്മൾ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈരൊക്കെ ഒഴിച്ച് അരച്ച് വെച്ചിട്ട് അതിന് ശേഷം കുമ്പളങ്ങ അരിഞ്ഞ് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് നല്ലോണം വേവിച്ചെടുത്തു കേട്ടോ. അത് നല്ലോണം വെന്ത് വന്നതിന് ശേഷം ആ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ, ഒരു യെല്ലോ ട്രാൻസ്പെറൻറ്റ് കളറായപ്പോൾ അതിലേക്ക് നമ്മളെ ഈ കൂട്ടുണ്ടല്ലോ, അതായത് ഈ അരച്ച് വെച്ച ജീരകം, വെളുത്തുള്ളി, തേങ്ങ, പിന്നെ ഈ തൈരൊക്കെ ഇട്ട് അരച്ച് വെച്ചത് നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് അത് തിളച്ച് വരുമ്പോൾ താളിച്ച് വയ്ക്കുക. ഇതൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കണമാണല്ലോ, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉമ്മച്ചി ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായില്ല. അപ്പോൾ പറഞ്ഞിരുന്നു ഫുഡൊക്കെ കൊണ്ടുവരാനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കാരണമാണ് ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് വേപ്പിലയും വറ്റൽമുളക് ഇട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം കുറച്ച് സബോള ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് സബോളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ ആവണ വരെ ഒന്ന് നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമണവും എല്ലാ കാര്യങ്ങളൊക്കെ മാറിയിട്ട് ബീൻസ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിട്ടോ. ബീൻസും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നന്നായി ഒന്ന് മൂത്ത് വരണം കേട്ടോ. അതിന് ശേഷം അരിഞ്ഞ് വെച്ചേക്കണ ബീൻസും അതിൽ കുറച്ച് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും കൂടി രണ്ടും ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ച് അങ്ങ് വേവിക്കണം. അതായത് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ഇതാക്കി മതി. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണ്ട, നമ്മൾ ഈ ബീൻസ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുമല്ലോ. അപ്പം അതിൽ നിന്ന് കുറച്ച് വെള്ളം വരും. നമ്മൾ വെള്ളം എക്സ്ട്രാ കുറേ ഒന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞാൽ ബീൻസിന് ടേസ്റ്റേ മാറും കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അത് മൂടി വെച്ച് വേവിക്കുമ്പോഴേ നമുക്ക് അരപ്പിനുള്ള തേങ്ങയും ജീരകവും കൂടി ഇഞ്ചിയും ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ച്, അതായത് ക്രഷ് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അത് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കണ്ടില്ലേ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളെ ഈ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് ഈ തേങ്ങയുടെ മിക്സും നമ്മളെ ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്യുക. എല്ലായിടത്തും എത്തേണ്ട ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെക്കാം കേട്ടോ. നമുക്ക് അപ്പം അത് ഉണ്ടാക്കി വെക്കുമ്പോഴേ നമുക്ക് മീനുണ്ടായിട്ടോ, കൊഴുവ ഉണ്ടായിരുന്നു. അപ്പോൾ കൊഴുവ ഇന്നലെ രാത്രി മാഗ്നേറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ കൊഴുവ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് 3 ഇന്ന് ഉമ്മച്ചി കൊടുത്താക്കിയാനൊക്കെ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കൊഴുവ. അപ്പം നമ്മളെ കറികളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് അലോട്ട്മെൻറ്റ് വരാണല്ലോ. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ. അലോട്ട്മെൻറ്റിൻ്റെ ഇത് വന്നില്ല. അപ്പോൾ അക്ഷയയിൽ പോയിട്ടാണെങ്കിൽ അവിടെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായില്ല. കുറച്ചധികം നേരം നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിട്ടോ. അങ്ങനെ അവിടെ പോയി ശരിയാക്കി വരാണ് ഞാനും അമ്മവും കൂടിയിട്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നടക്കുമ്പോഴാണ് ഉമ്മച്ചി വിളിക്കണത്. ഉമ്മച്ചി വരുന്നുണ്ട്, ഇന്ന് ഞങ്ങളോട് കടയ്ക്ക് വരണ്ടാന്നുള്ളത്. ഉമ്മച്ചിക്ക് വയ്യാണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് ബീഫ് കറിയും പൊറോട്ടയൊക്കെ കഴിച്ചിട്ടു. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ കാട്ടൂർ ആശുപത്രിയിലാണ് കേട്ടോ പോയത്. കാട്ടൂർ ആശുപത്രിയിൽ പോയിട്ട് ഉമ്മച്ചി അവിടെ പോയിട്ട് ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. ചെറുതായി പനിയുടെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ഉമ്മച്ചിക്ക്. അപ്പോൾ അങ്ങനെയാണ് പോയത്. അങ്ങനെ മമ്മ ഉമ്മച്ചിയും കൂടി നടന്ന് പോകാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ
കാട്ടൂർ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ വന്നാൽ മെയിനായിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോകും. അപ്പോഴാണ് അറിഞ്ഞത് നീതിയുടെ ഒരു പരിപാടി അവിടെ അപ്പുറത്ത് നടക്കണമെന്ന്. അപ്പോൾ അത് ഒന്ന് പോയി കാണാമെന്ന് വെച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. ഫസ്റ്റ് പോയിട്ട് ഞങ്ങൾ വഴി തെറ്റിപ്പോയി. ഞങ്ങൾ എക്സിറ്റിൽ കൂടെയാണ് കയറിയത്, എൻട്രൻസിൽ കൂടെ അല്ല കയറിയത്. എന്നിട്ട് പിന്നെയും തിരിച്ച് വന്ന് എൻട്രൻസ് വഴി കയറിയിട്ട് ഒട്ടിപ്പൊളി പരിപാടി കണ്ടോ. അത് തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷേ മെയിനായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലുപയും സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ വാങ്ങി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തു. അവിടെ ബോബാട്ടിയൊക്കെ ഉണ്ടായിട്ടോ. ബോബാട്ടി അവിടെ ഒന്നും കണ്ടിട്ടുണ്ടായില്ല, പക്ഷെ അടിപൊളി ബോബാട്ടി ആയിരുന്നു. അതൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പം ഞങ്ങൾ വാങ്ങിയത് ബ്ലൂബെറി ബോബയാണ് കേട്ടോ. മമ്മൂന് ബോബട്ടി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബോബൊക്കെ കടിക്കാൻ കിട്ടണ നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. ഒരു ബ്ലൂബെറിയാണ് ഞങ്ങൾ വാങ്ങിയത്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് അവിടെ പോവുകയാണെന്ന് വെച്ചാൽ, ഇൻ കേസ് ആരെങ്കിലുമൊക്കെ ഈ ഇത് കാണാൻ പോവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ പാനിപ്പൂരി കടയിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചായക്കടയിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ മെയിൻ ചായക്കട. അപ്പം ഞങ്ങൾ അവിടെ ക്രിസ്ത്യൻ പള്ളിയിൽ ഊട്ടുതിരുന്നാളാണ് കേട്ടോ. അവിടെയാണെങ്കിൽ സബ്ർജിൽ കുന്നു കൂട്ടിയിട്ട് വിൽക്കാണ് കേട്ടോ. ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.